ഹലോ. അങ്ങനെ ഇന്ന് ശനിയാഴ്ച ആയല്ലേ, ഇന്ന് സ്കൂളൊന്നുമില്ല. അപ്പോൾ നേരം വൈകി എണീറ്റത്. മദ്രസ ഒരു 7:30 അപ്പോൾ 7:30 മദ്രസയിൽ പോയാൽ മതി. അപ്പോൾ കുട്ടികളൊക്കെ എണീറ്റു. അവരെ ഐശുവിനെയും മോളെയും മദ്രസയിൽ കൊണ്ടുവന്നാക്കി. അതിന് ശേഷം 10 മണിയപ്പോൾ വന്നു. 10 മണിക്ക് ശേഷം എല്ലാവരും കൂടി ചായ കുടിക്കാനിരിക്കണം. അപ്പോൾ നൂലപ്പവും കടലയും ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് മസാലക്കറി പോലെ വെക്കും. അങ്ങനെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ തുടങ്ങി നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ. വണ്ടിയുമൊന്നും പോകാനേ പറ്റണില്ല. എന്നിട്ട് രണ്ടുപേരെയും മദ്രസയിൽ കൊണ്ടുവന്നാക്കിയതിന് ശേഷം പോകുമ്പോഴും മഴ ഉണ്ടായിരുന്നു, അതിന് ശേഷവും മഴ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മോന് കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഇടാൻ അങ്ങനെ പാത്രങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു, അതിലാണ് മീൻ ഇട്ടിരുന്നത്. പിന്നെ ചെടിച്ചട്ടിയുടെ ഒരു പോട്ട് ഉണ്ടായിരുന്നു, അതിലും കുറച്ച് മീനൊക്കെ ഇട്ടു. അങ്ങനെ അതിൻ്റെ ഇടയിൽ മഴ മാറിയതിന് ശേഷം മോൾക്ക് സൈക്കിൾ ചവിട്ടണം എന്ന് പറഞ്ഞ് കുറേ നേരം സൈക്കിളൊക്കെ ചവിട്ടി. ശനി ഞായറല്ലേ ഒരു സമയം അവർക്ക് ഒഴിവുള്ള ദിവസം കിട്ടുള്ളൂ, അല്ലാത്ത ദിവസമൊന്നും സമയം ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കബോർഡ് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളത് വാങ്ങിച്ചിട്ട് ഇതെന്നും ക്ലീൻ ചെയ്യലാണ് ഇവരെ പണി. അവർ തന്നെ ക്ലീൻ ചെയ്യുകയും ചെയ്യും, അവർ തന്നെ ആകെ അലങ്കോലാക്കി ഇടുകയും ചെയ്യും. അതാണ് പണി. അപ്പോൾ ഉമ്മോള് അതൊക്കെ നല്ലോണം തുടച്ചിതാക്കി ക്ലീൻ ചെയ്യുന്നതാണ് കാണുന്നത്. ആദ്യം തന്നെ സ്പ്രേ ഒക്കെ വെച്ചു, പിന്നെ ക്രീമുകളും. അപ്പോൾ ഐശുക്കുട്ടിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ മക്കളിങ്ങനെയൊക്കെ നമ്മൾ പഠിപ്പിക്കണം ചെറുപ്പം മുതലേ. അപ്പോൾ അത് അവർക്കൊരു നല്ല ശീലമാണ്. അപ്പോൾ ഭക്ഷണം കഴിച്ച പാത്രമായാലും അത് കഴുകി വെക്കുക, പിന്നെ അലക്കിയ ഡ്രസ്സ് മടക്കി വെക്കുക. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവരെ കൊണ്ട് പറ്റണത് അവരെ കൊണ്ട് നമ്മൾ ഇപ്പം തന്നെ ചെയ്ത് ശീലിപ്പിക്കുന്നത് നല്ലതാണ്. അവർക്ക് ആകെ ചെയ്യാൻ പറ്റണത് ഈ ശനി ഞായർ ദിവസങ്ങളിലാണ്. അല്ലാത്ത ദിവസമൊന്നും അവർക്ക് സമയം ഉണ്ടാവില്ല. സ്കൂളിൽ പോകണം, പിന്നെ ട്യൂഷന്, മദ്രസ എല്ലാം കൂടെ ആയിട്ട്. അതിന് ശേഷം മദ്രസയിലത്തെ കുറേ വർക്കുകൾ ഉണ്ടായിരുന്നു ഐശുവിനും റെയ്ഹാൻക്കും. റെയ്ഹാൻ ആദ്യമായി ചെയ്ത്. നമ്മൾ മദ്രസയിൽ പോയാലും അവർ ഫോണിൽ അയച്ചു തരും. അപ്പം അത് നമ്മൾ ഫോണിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഐശുക്കുട്ടിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബായ്.